ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കിൻ ട്രീറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള അതിന് സ്കിൻ ട്രീറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ എടുക്കാത്തതായിട്ടും പക്ഷെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സംഗതികളെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ പോലെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ മൈക്രോബ്ലേഡിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ലിപ് മൈക്രോബ്ലേഡിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, GFC പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെന്താണ്, ടാൻ റിമൂവൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറെയൊന്നും ഞാൻ എടുത്തിട്ടുള്ളതല്ല, പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒബ്വിയസ്ലി അതിൽ കുറെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യണു എന്നുള്ള രീതിയിൽ തോന്നി എന്നുള്ളതാണ് പറയണത്. നമ്മൾ സ്വന്തം സ്കിന്നിൽ കോൺഫിഡന്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് അതൊക്കെ ചെയ്യണേ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ വീഡിയോയില് കൃത്യമായിട്ട് പറയണ കാര്യമാണ് കേട്ടോ, ഇതിനൊന്നും യാതൊരു ആവശ്യമില്ല. പക്ഷെ ഇൻ കേസ് അതിന്റെ ആവശ്യമുള്ളവർ, ഇപ്പൊ മുടി എക്സ്ട്രീംലി കൊഴിയുന്നുണ്ട്, അതൊരു പ്രശ്നമായിട്ടുള്ളവർ ട്രീറ്റ്മെന്റ് എടുക്കില്ലേ? അതിനിപ്പോ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് GFC തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിവ്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ മൈക്രോബ്ലേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലർക്ക് നാച്ചുറലി ഒട്ടും തന്നെ തിക്കല്ലാത്ത ഐബ്രോസ് ആയിട്ട് ഉണ്ടാവും. ചിലർക്ക് ചിലരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് എന്നും അത് ഫില്ല് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാവും. ഇപ്പൊ പലരുടെയും ഇപ്പൊ ഓരോരോ കമ്പനീസിന്റെ ഫ്രണ്ട് എൻഡ് സൈഡിലൊക്കെ ഉള്ളവരാണ്, അതല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ഒക്കെയാണ്, അവർക്കൊക്കെ ആണെങ്കിൽ എന്നും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ മൈക്രോബ്ലേഡിങ് പലർക്കും നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അസുഖം കാരണം ഐബ്രോസ് ഇല്ലാത്തവരുണ്ട്, അലോപേഷ്യ, അതല്ലെങ്കിൽ ക്യാൻസർ സർവൈവേഴ്സ്, അവർക്കൊക്കെ ഇങ്ങനെ ഐബ്രോസ് പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്കും ഇങ്ങനെ എഴുതി അങ്ങനെ പെർമനന്റ്, സെമൈ പെർമനന്റ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് മൈക്രോബ്ലേഡിങ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് അതിന്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊളാബിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് കൊളാബ് വരാണ്ടിരിക്കുമായിരിക്കും? ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്ത് റിവ്യൂ പറയുന്ന ആളാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ അത് വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അപ്പൊ നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും കൊളാബ് വരും. പക്ഷെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എന്റെ പൈസ കൊടുത്ത് ചെയ്യണം, എന്നിട്ട് ഞാൻ അങ്ങനെ റിവ്യൂ പറയണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. അതും ചെയ്ത് അപ്പൊ തന്നെ വന്ന് റിവ്യൂ പറയല്ല ചെയ്തിട്ടില്ല. ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ അതിന്റെയൊക്കെ റിവ്യൂ പറയുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ട് വന്ന് നമ്മൾ റിവ്യൂ പറയല്ല കേട്ടോ ചെയ്തിട്ടില്ല. അത് ചെയ്ത് അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് മൈക്രോബ്ലേഡിങ് എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്തിട്ട് 1.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ റിവ്യൂ പറയുന്നത്. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ അത് ഇപ്പോ സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ട ആവശ്യമില്ല, ആർക്കും അറിയും കൂടി ഇല്ല. കാരണം എനിക്ക് ഓൾറെഡി തന്നെ നാച്ചുറലി നല്ല തിക്ക് ഐബ്രോസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ട് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫില്ല് ചെയ്യുന്ന സാധാരണ ഒരു ഐബ്രോ പെൻസിൽ വെച്ച് ഫില്ല് ചെയ്യില്ലേ, ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പതേ 2 വർഷമായി മൈക്രോബ്ലേഡിങ് ഫുൾ ആയിട്ട് മാഞ്ഞു പോയിട്ടോ, ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഞാനിപ്പോ എഴുതിയിട്ടുണ്ട്, അതിന്റെ ഒരു തിക്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോ അങ്ങനെ നമുക്ക് സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ തുറന്നു പറയില്ലല്ലോ. പ്ലീസ് ഇത് മനസ്സിലാക്കാം, ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ആൻഡ് ഞാനൊരു സെലിബ്രിറ്റി അങ്ങനത്തെ ഒരാളല്ലല്ലോ. എന്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന കാര്യം, ഇപ്പൊ ഒരു ഹോൾ വീഡിയോ ആണെങ്കിൽ പോലും ഞാനത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അതല്ലാണ്ട് ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതൊരു ആവശ്യമായിട്ട് ഒട്ടൊരു സ്ട്രെസ് ആയിട്ട് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. എപ്പോഴും നമ്മളത് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കാരണം എനിക്കറിയാം എന്നെ കാണുന്ന ഏറ്റവും അധികം കുട്ടികൾ, ഇന്നും കൂടി ഞാനൊരു ഫംഗ്ഷന് പോയപ്പോ അതൊരു കോളേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയധികം കുട്ടികളാണ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, ഒക്കെ ഒരു 20 വയസ്സ് 22 വയസ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടികളുടെ ഉള്ളിൽ എനിക്ക് ഒരിക്കലും ഒരു തരത്തിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അങ്ങനെ ഞാനും അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഇൻസെക്യൂരിറ്റീസും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിൽ തീരെ കോൺഫിഡൻസ് ഇല്ലാണ്ട് അങ്ങനെ ഉള്ളൊരു ചൈൽഡ്ഹുഡാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ എത്ര കണ്ടും ബുദ്ധിമുട്ടിയാണ് ഞാൻ കടന്നു വന്ന് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്ന് ഇത്രയും ആളുകളെ ഫേസ് ചെയ്ത് ഇത്രയും ആളുകളോട് ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളത് ഡെഫിനറ്റ്ലി അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ കരിയറിൽ ഇപ്പൊ ഇത്ര 8 വർഷത്തിനെക്കാട്ടിലും മീതിയായിട്ട് നമുക്ക് ഒരേപോലെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്
ഞാൻ ഞാൻ ഇതിനോട് പുലർത്തുന്ന ഒരു സത്യസന്ധത തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അല്ലാണ്ട് നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. പറ്റുമായിരിക്കും ഒരുപാട് ഈ പറഞ്ഞ പോലെ ഹെയ്റ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ ഫീൽഡില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് ഇപ്പൊ ഒരു ബ്രാൻഡ് നമ്മളെ സമീപിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ അതിനുള്ളൊരു ഗുണം, എസ്പെഷ്യലി നമ്മൾ പറയുമ്പോൾ എത്ര ക്ലിക്സ് വരുന്നുണ്ട്, അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് പിന്നെയും പിന്നെയും നമ്മുടെ അടുത്ത് ബ്രാൻഡ്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് പറഞ്ഞിട്ട് തുടങ്ങട്ടെ. ഇതൊരു തരത്തിലും ആരുടെ ഒരു ഇൻസെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇതിപ്പോ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതും കൂടി മാറ്റാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയാവുന്ന ഒരു കാര്യം മൈക്രോ ബ്ലീഡിങ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഏകദേശം ഒരു വർഷത്തിന് ഒരു വർഷത്തിനെക്കാട്ടും മീതി ആയിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്തിട്ട്. അപ്പൊ അതിൽ ഞാൻ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സെഷൻസിന് കൂടിയിട്ട് 25,000 ആണ് അന്ന് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷം അടുത്ത സെഷൻസ് ചെയ്യാം. വളരെ സർഫേസ് ലെവലിൽ, അതായത് അങ്ങനെ ടാറ്റു ചെയ്യുന്ന പോലെ ഡീപ്പായിട്ട് ഭയങ്കരമായിട്ട് കുത്തി ചെയ്യില്ലേ നമ്മൾ, അതുപോലെയല്ല ചെയ്യാം. മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും മീതെ സൂപ്പർഫിഷ്യൽ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വരകൾ, സ്ട്രോക്സ്, ഐബ്രോസ് പോലെ വരയ്ക്കുക ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഡീപ്പായിട്ട് പോവാത്തത് കൊണ്ട് തന്നെയാണ് അത് കാലക്രമേണ മാഞ്ഞു പോകുന്നത്. ഇപ്പൊ ഒരു 2 വർഷത്തിന് മീതിയായി, 2.5 വർഷത്തോളായി. ഇപ്പൊ എനിക്ക് മൈക്രോ ബ്ലേഡിങ്ങിന് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി മാഞ്ഞു പോയി. എന്റെ നാച്ചുറൽ ഐബ്രോസ് ആണ്. ഇപ്പൊ ഞാൻ ബ്ലോഗ്സിലൊക്കെ വരുമ്പോൾ കാണാറില്ല, അല്ലെങ്കിൽ ഞാനിവിടെ സൈഡിൽ എന്റെ ഈ എഴുതാത്തത് കാണിച്ചു തരാം. എന്റെ നാച്ചുറൽ ഐബ്രോസ് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ കുറച്ച് കാട് പിടിച്ചിരിക്കാൻ കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറെ നാളെ ഞാൻ തന്നെ പ്ലക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കാട് പിടിച്ച ഒരു ലുക്ക് ഉണ്ടാവും. പക്ഷെ അതാണ് എന്റെ നാച്ചുറൽ ഐബ്രോസ് ഉള്ളത്. പക്ഷെ ഇപ്പൊ ഒരു 1.5 വർഷം ഞാൻ ആ ചെയ്ത സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ എനിക്കൊരു വ്യത്യാസം വന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ 2 ഐബ്രോസും രണ്ട് ഷേപ്പിലാണുള്ളത്. അപ്പോൾ മൈക്രോ ബ്ലേഡിങ് ചെയ്തപ്പോൾ രണ്ടും ഒരേപോലെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എഴുതിയിട്ട് ഒരേപോലെ ആക്കണം. അതല്ലാണ്ട് എനിക്ക് തിക്നെസ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം വ്യത്യാസം വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കുറച്ച് തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു. അങ്ങനെ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അടിപൊളിയായിട്ടോ ആ ഡോക്ടർ ചെയ്തതെന്ന്. ഞാൻ എവിടെയാ ചെയ്തേ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് ഓണസ്റ്റ് ആയിട്ട് അങ്ങനെ പറയണം എന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എവിടെ നിന്ന് ഇന്ന സ്ഥലത്തുനിന്നാ ചെയ്തതെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മൈക്രോ ബ്ലേഡിങ് നല്ലൊരു ഓപ്ഷനാണ്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല ഡോക്ടർ ഇതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. അങ്ങനെയാവുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അലർജി വളരെ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിനൊരു സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട് വരാൻ ചാൻസ് ഉണ്ടാവുക അലർജി ഉണ്ടെങ്കിലാവും. അതല്ലെങ്കിൽ ഇതിനൊരു സൈഡ് എഫക്ട് വരാൻ കാര്യമില്ല. കാരണം എത്ര പേര് ടാറ്റു ചെയ്യുന്നു, അതേ സാധനം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ വളരെ ലൈറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് കുത്തുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മള് ടാറ്റു ചെയ്യുന്നതിന് പകരം മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നതെന്ന് പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഐബ്രോസ് ടാറ്റു ചെയ്താല് അത്രയും ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് നമ്മൾ നീഡിൽ വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അത് ഒരു പച്ച കളറായിട്ട് മാറും. നമ്മുടെ ടാറ്റു കണ്ടിട്ടുണ്ടാവില്ലേ, ടാറ്റു എപ്പോഴും അതേ ബ്ലാക്ക് കളറിലാണോ നിൽക്കണത്? ഇല്ലല്ലോ. കാലങ്ങൾ ചെല്ലും തോറും അതിന്റെ കളർ മങ്ങും, പിന്നെ കുറച്ചൊരു പച്ചയിലേക്ക് പോണ പോലെ തോന്നിയിട്ടില്ലേ? ചെയ്യാൻ പറഞ്ഞ ഡാർക്ക് ഗ്രീൻ അങ്ങനെയല്ല. പക്ഷെ ഈ ഐബ്രോസിന്റെ കാര്യത്തിൽ അതാണ് കുറെ പേർക്ക് പറ്റുന്ന ഒരു പ്രശ്നം. ആ ഒരു ബ്ലാക്ക് കളർ പോയിട്ട് ഒരു ഡാർക്ക് ഗ്രീനിഷ് ഗ്രേ പോലെയൊക്കെ വരും. അതുകൊണ്ടാണ് ടാറ്റു ചെയ്യാണ്ട് മൈക്രോ ബ്ലേഡിങ് തന്നെ ചെയ്യണം. അതാകുമ്പോൾ സേഫ് ആന്ന് പറയുന്നത്. മൈക്രോ ബ്ലേഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവൻച്വലി മാഞ്ഞു പോയിട്ട് ഒരു 2-2.5 വർഷമൊക്കെ നിൽക്കുള്ളൂ. അത് സാധാരണ ആളുകൾക്ക് കുറെ കൂടി കൂടുതൽ നിൽക്കുമായിരിക്കും. ഇപ്പൊ നമ്മുടെ ഫീൽഡൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇത്രയും മേക്കപ്പ് ഇടുന്നുണ്ട്, എന്നും നമ്മൾ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്ത് ഫുള്ള് റിമൂവ് ചെയ്ത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഫേസ് വാഷസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് പോകും. അങ്ങനെ മാഞ്ഞു പോയി സാധാരണ പോലെ ആവട്ടോ. അതാണ് മൈക്രോ ബ്ലേഡിങ്ങിൽ ഐബ്രോസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഇത് 2.5 വർഷം കഴിഞ്ഞിട്ടുള്ള, ഏകദേശം 2.5 വർഷമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കേട്ടോ ഞാനിപ്പോ പറയണത്. ഇനി ആർക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഐബ്രോസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഓരോ ജോബിന്, ചില ജോലിക്ക് നമ്മൾ വളരെ ഇന്ന രീതിയിൽ പ്രസന്റബിൾ ആയിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതൊന്നും അല്ല, നമുക്ക് പൈസ ഉണ്ട്, നമുക്ക് താല്പര്യം ഉണ്ട് ഇത് ചെയ്യാൻ എന്നാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അങ്ങനെ
അല്ലെങ്കിൽ ജസ്റ്റ് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫിൽ ചെയ്താൽ മതി. എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണമെന്നോ അല്ലാണ്ട് ഇത് ചെയ്തുകൊണ്ട് നമ്മുടെ ലുക്ക് അങ്ങോട്ട് മാറി മറിയുന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പൊ മോഡലിംഗ് ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യവും കുറച്ചുകൂടി ഒരു ബെറ്റർ ഒരു എപ്പോഴും ഒന്നും കൂടി ഒരു പ്രസന്റബിൾ ലുക്ക് എന്നുള്ളതുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ അധികം ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴും ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചും കൂടി നല്ല ഐബ്രോസ് നമ്മുടെ അടിപൊളിയായിട്ട് ഇരിക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അതാണ് മൈക്രോ ബ്ലേഡിങ് എനിക്ക് ഐബ്രോസ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് ഞാൻ ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്സ് അടിപൊളിയാവും, ലിപ്സ്റ്റിക് ഇട്ട പോലെ ആവും എന്നൊക്കെ. പക്ഷെ ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 0 റിസൾട്ട് ആയിരുന്നു. എനിക്ക് യാതൊരു തരത്തിലൊരു റിസൾട്ടും തോന്നിയില്ല. അത് 2 സെഷൻ ചെയ്തത്, അത് 2 സെഷൻ കൂടിയിട്ടാണ് നമുക്ക് 25,000 ഉണ്ടാവുക. ഇത് ഓരോ സ്ഥലത്തും മാറി മാറി ഇരിക്കും കേട്ടോ, എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവില്ല. അപ്പൊ ഞാൻ ഒരുപാട് പേര് റിവ്യൂസിൽ കണ്ടിട്ടുണ്ട് ലിപ്പിന്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്, കളർ മാറും എന്നുള്ളത്. അപ്പൊ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്റെ ലിപ്പ് അതേപോലെ തന്നെയാ. എന്റെ ലിപ്പ് പിഗ്മെന്റഡ് ആണ്, നാച്ചുറലി തന്നെ എന്റെ ലിപ്പ് കുറച്ച് പിഗ്മെന്റഡ് ആയിട്ടുള്ളതാണ്. അത് കൂടാണ്ട് നമ്മൾ ഇത്ര റെഗുലർ ബേസിസിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ഈ ലിപ്സ് ഡാർക്ക് ആക്കുന്നതിന് കാരണം തന്നെയാണ്. എസ്പെഷ്യലി ഡാർക്കർ ലിപ്സ്റ്റിക്സ്, അതിൽ പിഗ്മെന്റ്സ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് കഴിവതും ന്യൂഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഈ ചുണ്ടി കടിച്ച് തിന്നുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ആവുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇനി അത് അല്ലെങ്കിൽ പിന്നെന്താന്നറിയോ, അയ്യോ പിന്നെയും പറഞ്ഞു ഇനി ഭയങ്കര മറവിയാന്ന് ഇപ്പൊ. ലിപ്സ് ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ ചുണ്ട് നനക്കില്ലേ, അപ്പൊ അതുകൊണ്ട് പ്രശ്നമാവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ് ഡാർക്ക് ആവാനുള്ള ചാൻസസും ഉണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി മൈക്രോ ബ്ലേഡിങ് ഒരു റിസൾട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. എസ്പെഷ്യലി ഡാർക്ക് ലിപ്സ് ഉള്ളവർക്ക്. ഒരു പെയിൽ ലിപ്സ് ഒക്കെയാണ് നമുക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം കണ്ടുവരാം. ഡാർക്ക് ലിപ്സ് ഉള്ളവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഡാർക്ക്നെസ് മാറുന്ന അത്ര നമുക്ക് ഈ മൈക്രോ ബ്ലേഡിങ് ചെയ്യണം അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. മൈക്രോ ബ്ലേഡിങ് കുറച്ച് പെയിൻഫുൾ ആണ്. ഐബ്രോസ് എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. ലിപ്പിൽ ചെയ്യണത് കുറച്ച് പെയിൻഫുൾ ആണ്, കാരണം അത്ര സോഫ്റ്റ് സ്കിൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എസ്പെഷ്യലി കുറച്ച് ഡാർക്ക് ലിപ്പുള്ള ഒരാളാണ് വന്ന് എന്നോട് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നണത് കേട്ടോ. എനിക്ക് അത്ര വർക്ക് ആയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കില്ല. ഐബ്രോസ് ഇനി എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനത് മെയിൻ ആയിട്ട് റിവ്യൂ പേർപ്പസിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ആളുകൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആ സമയത്തൊക്കെ ഭയങ്കര ആ സമയത്തുമല്ല കേട്ടോ, ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ എനിക്കത് റിവ്യൂ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. ഐബ്രോസ് ഞാൻ ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാച്ചുറലി അങ്ങനെ കുഴപ്പമില്ല, തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് വേണം തോന്നിയിട്ടില്ല. ലിപ്പിന്റെ ഒരു റിസൾട്ടും ഉണ്ടായിട്ടുമില്ല. അപ്പൊ പിന്നെ എന്തിനാ അപ്പോ അത് അങ്ങനെ എനിക്ക് വേണം തോന്നില്ല. പക്ഷെ ഐബ്രോസിന്റെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താലും കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. പക്ഷെ ആരുടെ ആണെങ്കിലും നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ടാൻ റിമൂവൽ ആയിരുന്നു. അതിന് ഈ ലേസർ ടാൻ റിമൂവലിന് വേണ്ടിയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ലേ, അത് ഞാൻ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടോ. 5 തവണ ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, കാരണം അത്ര അധികം കോമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ലിറ്ററലി ഭയങ്കര ഹെയ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്താണ് ഒരുവിധം എന്നില് കോൺഫിഡൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ തന്നെ വിചാരിക്കുകയും ചെയ്തു, എനിക്കിപ്പോ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഒരുവിധം പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ ഇപ്പൊ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്ന സമയത്താണെങ്കിലും ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ആയിരുന്നു. ഞാൻ എങ്ങനെയാണോ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് വീഡിയോസ് ചെയ്തിരുന്നു. ഒരു തരത്തിലും എന്റെ ഫേസ് കാണിക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി തോന്നിയ, എത്ര ഹേറ്റ് കോമന്റ്സ് ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നത്. പക്ഷെ ഇവൻച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ഫേസിന്റെയും കൈയുടെയും ഡിഫറൻസ് പറഞ്ഞിട്ടോ, അതേപോലെ തന്നെ എനിക്ക് വർക്കിന് പോകുമ്പോൾ ബുദ്ധിമുട്ടായി തുടങ്ങി. മോഡലിംഗ് വർക്കിന് പോകുമ്പോ അവര് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്രാൻഡിന്റെ അങ്ങനെ അവരാണെങ്കിലും ഇങ്ങനെ ഡിഫറൻസ് ഉള്ളത് അവര് എന്നെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞ, അവര് പറയുന്നത് വെച്ചാൽ ഒറ്റൊരു ഈവൻ സ്കിൻ ആയിരുന്നേ, കൈ തന്നെയാണ് മുഖത്തിന്റെ ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അതല്ലാണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇത്ര ഡിഫറൻസ് വരുമ്പോ ഒരു അഭംഗി അവർക്കാണെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കൺസിഡർ ചെയ്തത് തന്നെ ടാൻ മാറ്റുന്ന സംഗതികൾ നോക്കാം. ടാൻ മാത്രല്ല കേട്ടോ, എനിക്ക് പണ്ട് മുതൽക്കേ ചെറുപ്പം മുതൽക്കേ അമ്മയെ പറഞ്ഞിട്ടുണ്ട്
എന്റെ മുഖത്തിന് ഒരു 2 ഷെയ്ഡ് എന്റെ മുഖം ലൈറ്റർ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഡാർക്കർ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത് എന്റെ ഫേസിൽ. പിന്നെ അമ്മയുടെ വീട്ടിലാണെങ്കിലും എന്റെ അമ്മയ്ക്കാണെങ്കിലും വരെ അങ്ങനെ തന്നെയാ. ഫേസിന്റെ കളറിനെക്കാട്ടിനും ഒരു 3 ഷെയ്ഡെങ്കിലും ഡാർക്കർ ആയിരിക്കും കൈയിന്റെ കളർ. പിന്നെ നമ്മൾ വെയിലത്ത് ഒരുപാട് ഇറങ്ങുന്നതും അല്ലേ, മേലൊക്കെ ചൊറിയണം. ഒരുപാട് നേരം ഇപ്പൊ കോളേജിലേക്ക് പോയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പോഴാണെങ്കിലും ഓരോ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങും. ഇത് നമ്മളിങ്ങനെ ചില്ലുകൂട്ടിന്റെ ഉള്ളിൽ ഇരിക്കാന്നുള്ള ഒരു ഇതല്ലല്ലോ, നമുക്ക് ആവശ്യങ്ങളില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ലതായിരുന്നു കേട്ടോ, കുറച്ചൊക്കെ എനിക്ക് ബെറ്റർ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് അങ്ങനെ വെയിൽ തട്ടാണ്ടിരിക്കാൻ അങ്ങനെ പറ്റുന്നില്ലല്ലോ നമുക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബോഡിയിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. 2 വീലർ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇതിടും, ഗ്ലൗസ്. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിൽ തന്നെ എനിക്ക് അത്യാവശ്യം ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാം നമുക്ക്. അതിന്റെ ഒപ്പം നമുക്ക് തന്നെ നല്ലൊരു മെയിൻ്റെനൻസും കാര്യങ്ങളും വേണം കേട്ടോ. സൺസ്ക്രീൻ ഇടുക, എന്നാൽ തന്നെ അതിലൊരു വ്യത്യാസം വരുള്ളൂ കേട്ടോ. പിന്നെ GFC ഞാൻ അന്ന് സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ ആകെ 2 സെഷൻ അങ്ങനെ എന്തോ ചെയ്തിരുന്നുള്ളൂ. GFC ബേസിക്കലി നമ്മുടെ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് ഭയങ്കര നല്ലത്. 2 ഇതിലുണ്ട്, ഹെയറിലും സ്കാൽപ്പിലും മുടി വളരാൻ വേണ്ടിയിട്ട്, ഫേസിൽ നമുക്ക് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട്. ഫേസിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് GFCയുടെ ഫേസിൽ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ്. നമ്മുടെ ബ്ലഡ് എടുക്കും, എന്നിട്ട് അതൊരു മെഷീനിൽ വെച്ചിട്ട് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തിട്ട്, അപ്പൊ നമ്മുടെ തന്നെ ബോഡിയിലത്തെ സംഗതിയാണ്, പുറത്തുനിന്നൊന്നും എടുത്തിട്ടല്ല ഇൻജെക്ട് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലത്തെ നല്ല ലൈക്ക് നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എടുത്തിട്ട് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തലയിൽ ഇൻജെക്ട് ചെയ്യും. അതല്ല ഫേസ് നല്ല റിജുവിനേറ്റഡ് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട്, ബെറ്റർ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ ഇൻജെക്ട് ചെയ്യും. പുറത്തുനിന്നുള്ള ഒരു സംഗതി അല്ല കേട്ടോ GFC എന്ന് പറയുന്നത്. PRP കേട്ടിട്ടുണ്ടാവില്ലേ, PRPയുടെ തന്നെ അഡ്വാൻസ്ഡ് സംഗതിയാണ് GFC എന്ന് പറയുന്നത്. GFCയുടെ പ്രൈസ് വന്നിട്ട് ഈ സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും കേട്ടോ. ഒരു 6000 മുതൽക്ക് 10,000 രൂപ വരെയാണ് ഉണ്ടാവുക. നമ്മളിതൊരു പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ റിസൾട്ട് കാണണമെങ്കിൽ 6 സെഷനൊക്കെ ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് 1 തവണ 2 തവണ ചെയ്തുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മേ ബി ഒരു സെഷൻ ഒരു 6,000 രൂപയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് 6 സെഷൻസ് എടുക്കുക അങ്ങനെ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 6 സെഷൻസ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ആലോചിക്കണം. അതിനുള്ള ക്ഷമയുണ്ടാവണം, അതിനുള്ള മനസ്സും ഉണ്ടാവണം കേട്ടോ. അത്രയുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോ GFC ഇപ്പോ ഞാൻ മുടിയില് ഇപ്പൊ 6 സെഷൻസ് ചെയ്ത് ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് റിസൾട്ട് എന്തോന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ റിസൾട്ട് ഉണ്ട് കേട്ടോ. എന്റെ ഇവിടെ ആയിരുന്നു എനിക്ക് കഷണ്ടി വന്ന് തുടങ്ങിയത്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉണ്ട്. എന്റെ അനിയനാണെങ്കിലോ എന്റെ അച്ഛനാണ്. ആണുങ്ങളുടെ പോലെ ആവില്ല പെണ്ണുങ്ങളുടെ, പക്ഷെ എന്റെ അമ്മയുടെ നെറ്റി കയറിയതാണ്. എനിക്ക് കണ്ടു ഓൾറെഡി നല്ല വീതിയുള്ള നെറ്റിയാണ് എന്റെ. അപ്പൊ ലിറ്ററലി എനിക്ക് കഷണ്ടി വന്ന് തുടങ്ങിയപ്പോഴാണ് നല്ല ഇവിടെ പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ ഇവിടെ ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ GFC ചെയ്തു തുടങ്ങിയത് കേട്ടോ. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ചെയ്തു തുടങ്ങിയത്. 6 സെഷൻ ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. GFC ചെയ്യുന്നോണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ട് ഉള്ളു കൂടും അങ്ങനെയല്ല. നമ്മുടെ ഓൾറെഡി തന്നെ സ്കാൽപ്പില് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവുമല്ലോ. ചില ഹെയർ ചിലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ചത്ത കിടക്കായിരിക്കും. മുടി വളരില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് മുടി വരില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മുടി വളർത്താനായിട്ട് GFC ഹെൽപ്പ് ചെയ്യും. ചിലപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി കഷണ്ടി ആയിട്ട് മൂടിപ്പോയിട്ടുണ്ടാവും, ലിറ്ററലി കഷണ്ടി ആയിട്ടുണ്ടാവും. കഷണ്ടി ആയ സ്ഥലത്ത് GFC കാരണം മുടി വളർത്താൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോ പറഞ്ഞത്. അതിന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹെയർ ഫോളിക്കിൾ അവിടെ ഉണ്ട്, അടഞ്ഞു പോയിട്ടില്ല. പക്ഷെ അതിന് വരാൻ താല്പര്യമില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മുടി വരാണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ തന്നെ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന ഗ്രോത്ത് ഫാക്ടർ ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ മുടി വളരാനായിട്ട്. ബേസിക്കലി മുടി കൊഴിച്ചൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ മുടി കൊഴിയുന്നത് ചിലപ്പോൾ കൊഴിയുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ നമുക്ക് അതേപോലെ ഇവിടെ വളർന്നു വരുന്നുണ്ടാവും. അപ്പൊ 6 സെഷനൊക്കെ ചെയ്താലാണ് ഒരു റിസൾട്ട് കാണാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു വല്ലാണ്ട് മാറി മറിഞ്ഞ് ഇരട്ടിയായിട്ട് നമുക്ക് മുടി വളരും എന്നുള്ളതല്ല, നമുക്കൊരു ബെറ്റർ റിസൾട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ.
എന്റെ ഈ ചത്ത് കിടന്ന ഹെയർ ഫോളിക്കിൾസിന് കുറച്ചൊക്കെ മുടി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അത് ഫേസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫേസിൽ അത് ഇൻജെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഇങ്ങനെ റിജുവിനേറ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോ തരാനും നമ്മുടെ ഓപ്പൺ പോർസ് കുറച്ചെന്ന് പറയാം, ഓപ്പൺ പോർസിന് വേറെയാണ് കേട്ടോ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അത് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഫേസിൽ ഒന്നും ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 1-2 ദിവസം മേക്കപ്പ് ഇടാണ്ടും അങ്ങനെ ഒന്നും സൂക്ഷിക്കേണ്ടി വരും. അതൊന്നും പിന്നെ എനിക്കിപ്പോ എനിക്കൊരു ആവശ്യം തോന്നുന്നില്ല. എനിക്ക് ലൈക്ക് എന്റെ ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീനിൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ എനിക്കിപ്പോ സ്കിന്നിനുള്ളൂ എന്നാ തോന്നുന്നത്. എനിക്ക് പ്രശ്നം മൊത്തം തലയ്ക്കായിരുന്നു, മുടിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ 6 സെഷൻ ചെയ്തത്, 6 സെഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ഞാനല്ല റെക്കമെൻഡ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയും നമുക്ക് മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റ് അല്ല, ആക്ച്വലി ഹെയറിന് വേണ്ടിയിട്ട് ഒരു സെഗ്മെന്റ് വേറെ ഉണ്ട്, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ യൂഷ്വലി അങ്ങനെയാണല്ലോ പോവാ, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അവര് ടെസ്റ്റ് ചെയ്യാൻ പറയും. എന്തെങ്കിലും വിറ്റമിൻസിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കും, നമ്മുടെ സ്ട്രെസ് ലെവൽ എങ്ങനെയാന്ന് നോക്കും, ചോദിക്കും, അതിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പൊ അവര് പറയും എങ്ങനെയാണെന്നുള്ളത്, GFC ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇത് കണക്കാക്കാം, പൈസ നമുക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണക്കാക്കുക. ഈ ഒരു 6 സെഷൻ എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ കുറച്ച് പെയിൻ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇൻജെക്ട് ചെയ്യല്ലേ, കറപറാന്ന് ഇൻജെക്ട് ചെയ്യുക. അതിന്റെ കൂടെ നമുക്ക് ഡെർമ റോളർ വെച്ചിട്ട് അവർ റോൾ ചെയ്ത് തരും കുറച്ചുകൂടി ഒരു ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അത് കുറച്ച് പെയിൻഫുൾ ആണ്, അത് സഹിക്കണം. ഇപ്പൊ ഫേസിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഇതിൽ കുത്തണ അത്ര വേദന ഉണ്ടാവുമോ ഫേസിൽ കുത്തുമ്പോ? അതിപ്പോ എനിക്ക് അറിയില്ല കേട്ടോ. പെയിൻ ഉണ്ടാവും എന്തായാലും, ഇങ്ങനെ കുത്തുമ്പോ ഒരു വേദന ഉണ്ടാവില്ലേ. പിന്നെ തലയില് നമുക്ക് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീർമതയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അന്നത്തെ ഒരു ദിവസം തല നനയ്ക്കണ്ടെന്ന് പറയും, പിറ്റേ ദിവസം മുതൽ നമുക്ക് സാധാരണ പോലെ തല നനയ്ക്കാം. അപ്പൊ നമുക്കത് ആവശ്യമാണോ നോക്കിയിട്ട് ഈ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതിന് ശേഷം നമുക്ക് GFC വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പം ഗ്ലൂട്ടാത്തയോൺ നമ്മൾ പല വീഡിയോസിലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഗ്ലൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് സ്കിൻ ഫെയർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കണത് ആവണമെന്നില്ല. അത് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ഇൻജെക്ട് ചെയ്യാവുന്നതാണ്. ഗ്ലൂട്ട തന്നെ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, IV ആയിട്ട് യൂസ് ചെയ്യുക. IV എന്ന് പറഞ്ഞാലാണ് ഇൻജെക്ട് ചെയ്യുക കേട്ടോ. അപ്പോ IV ആവുമ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അപ്പോ എഗെയിൻ ഇതിനും ഓരോ സെഷന് പൈസ ആയിട്ടുണ്ട്. ഒരു തവണ IV എടുത്തോണ്ട് ഒരു വ്യത്യാസം കാണില്ല. പകരം നമ്മൾ ഇത്ര സെഷൻസ് അത് എത്രയാന്നുള്ളത് ഡോക്ടർ പറയും. അത് ഇത്ര ദിവസം ഇടവിട്ട് വേണം എന്നുള്ളത് ഡോക്ടർ പറയും കേട്ടോ. അപ്പൊ അത്രയും സെഷൻസ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഗ്ലൂട്ട ചെയ്യേണ്ടത്. എഗെയിൻ ബെറ്റർ റിസൾട്ട് കാണാനായിട്ട് IV വഴി എടുക്കണം എന്നാ പറയാ. അതേപോലെ തന്നെ വിറ്റമിൻ D കുറവുണ്ടെങ്കിൽ നമുക്ക് IV വഴി എടുക്കാം. വിറ്റമിൻ C അതൊക്കെ നമുക്ക് ഈ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് IV വഴി എടുക്കാവുന്നതാട്ടോ. ഇനി ഗ്ലൂട്ട എടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇതെനിക്ക് അറിയില്ല. എനിക്ക് എന്താ പ്രശ്നം നോക്കിയിട്ട് അതുപോലെ തന്നെ എനിക്ക് ലോങ് റണ്ണിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുമോ. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്കൊരു സ്കിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു തവണ അങ്ങനെയല്ല, ഞാൻ എപ്പോഴും നോക്കും അത് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ. മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ചെയ്താലാണ് എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക, എനിക്ക് എന്താണ് ബേസിക്കലി വേണ്ടത്, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടേ ഞാനൊരു സാധനം ചെയ്യാറുള്ളൂ. ആകെ 2 സാധനം മാത്രമേ എനിക്ക് ആവശ്യമില്ലാണ്ട് ഞാൻ ചെയ്തുള്ളൂ, എനിക്ക് റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട്. അതൊന്ന് ഈ മൈക്രോബ്ലേഡിങ്ങും ഇതുമാണ്. ബാക്കി ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യത്തിനുണ്ട്. GFC ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ഗ്ലൂട്ടയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ആന്റി ഓക്സിഡന്റ്. ഇനി ഫെയർ ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് ഡോക്ടറോട് ചോദിക്കേണ്ടി വരും കേട്ടോ. അതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, എത്ര കണ്ടു എടുക്കേണ്ടി വരും, എത്ര സെഷൻസ് എടുക്കേണ്ടി വരും എന്നുള്ളത്. ഞാൻ അതിനോട് എന്നുവെച്ചാ ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല, കാരണം ഒരാളുടെ ചോയ്സ് ആണെന്ന് പറയും. പക്ഷെ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട്
ലൈക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവൽ ഓഫ് സെക്യൂർ, സെൽഫ് കോൺഫിഡന്റ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ അങ്ങനെ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള രീതിക്ക് വന്നെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കിൻ കളർ എനിക്ക് മാറ്റാനും, അതേപോലെ തന്നെ വേറൊരാൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്കിൻ കളർ മാറാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ച് എങ്ങനെയാ വേണ്ടതെന്നുള്ളത് നോക്കി തന്നെ ചെയ്യാം. അല്ലാണ്ട് ഒന്നിലേക്കും പോയി ചാടരുത്. എപ്പോഴും നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യാം. അതാണ് ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പൊ ഈ ചെറിയ പിള്ളേരൊക്കെയാണ് പല ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ അവരെന്താ വിചാരിക്കാൻ, ഓക്കെ വേഗം പോയും ചെയ്യാം. അപ്പൊ അവിടെ ആലോചിക്കുകയില്ല. പൈസയുടെ കാര്യം വരുമ്പോഴെങ്കിലും എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്യണേ. അതല്ലാണ്ട് ഒറ്റൊരു സെഷൻ ചെയ്യാനായിട്ട് ഇത്ര രൂപ അങ്ങനെ ഓടിപ്പോയി അങ്ങനെ ചെയ്യാനേ പാടില്ല. എപ്പോഴും പൈസയുടെ കാര്യം മാത്രമല്ല, നമുക്ക് അത് എത്ര കൊണ്ടും ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അത് ഉണ്ടാക്കും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ ഉള്ളത് ഫില്ലേഴ്സ് ആണ് കേട്ടോ. ഫില്ലേഴ്സ് അതും ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ലിപ് ഫില്ലേഴ്സ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കണ്ണിന്റെ അടിയിൽ ഫില്ലേഴ്സ് ചെയ്യും, ചിന്നിന്റെ ഇവിടെ ഫില്ലർ, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഫില്ലേഴ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അത് എച്ച് ഒക്കെ വെച്ച്, ഹൈഡ്രോണിക് ആസിഡ് ഒക്കെ വെച്ചിട്ടുള്ള അതിന്റെ ഒരു ഫോർമുലയാവും ഉണ്ടാവുക. അത് കറക്റ്റ് ആയിട്ട് ഡോക്ടർ നമുക്ക് ഇപ്പൊ ചുണ്ടാണ് വലിപ്പം വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ചുണ്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കി തരും. കണ്ണിന്റെ താഴെ ഇപ്പൊ കണ്ണ് കുഴിയിലേക്ക് ഇപ്പൊ എന്നാ കണ്ടത്, കണ്ണ് കുഴിച്ചെടുക്കാൻ വെച്ചാൽ ബേസിക്കലി കുഴിയിലാണ്, അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ നമുക്ക് നല്ലൊരു ലൈക്ക് ഫ്രഷ് ലുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണ് കുഴിയിലേക്ക് പോയാൽ എന്താ വെച്ചാൽ ബേസിക്കലി നമ്മൾ ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ഒരു ലുക്കാവും ഉണ്ടാവുക. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ണിന്റെ അടിയിൽ ഫില്ലർ ചെയ്യുന്നവരുണ്ട്. പിന്നെ എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് ഷേപ്പ്, ഈ താടി ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭയങ്കര ഭംഗിയാണ്, ശരിക്കും കാണാനും അത് ഭംഗിയാണ്. അതുപോലെ ഇപ്പൊ ഭയങ്കര ഇപ്പോഴാണെങ്കിൽ സൗന്ദര്യത്തിന്റെ ഒരു പ്രപ്പോർഷൻസ് ഉണ്ടാവില്ലേ. ഇപ്പൊ ദീപിക പടുക്കോണാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റേഷ്യോ ഉള്ളതെന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഈ പോർഷന്റെ വിട്ടും ഈ പോർഷന്റെയും ഒക്കെ സെയിം ആണ് ഇത്ര. അപ്പൊ അത് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഫില്ലേഴ്സ് യൂസ് ചെയ്യണത്. അപ്പൊ താടിയുടെ അവിടെ ഫില്ലർ ഒക്കെ വെച്ചിട്ട് ഇതും ഈക്വൽ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ ഫില്ലേഴ്സ് ഉണ്ട് നമുക്ക്. പിന്നെ ബൊട്ടോക്സ് നമ്മൾ ഈ ചിരിക്കുമ്പോ കണ്ട ഇവിടെ ഇങ്ങനെ ക്രോഫീറ്റ് എന്ന് പറയും, ചുളിവുകളില്ലേ. അപ്പൊ ഈ ചുളിവുകൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബൊട്ടോക്സ് ചെയ്യും, ഇവിടെ ചെയ്യും. അതുപോലെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോ കണ്ടോ ഇവിടെ വരകളില്ലേ, അപ്പൊ അത് ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാണ്ട് അങ്ങനെ ലൈക്ക് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് പൈസ, ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ ടൈം, പേഷ്യൻസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ ഒരു സൗന്ദര്യത്തിലേക്ക് നമുക്ക് വരാവുന്നതാണ്. ഓക്കെ. അപ്പൊ അത് ഒരാളുടെ ചോയ്സ് ആണ്. അതൊരു ഷെയിം ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒരാളുടെ ചോയ്സ്, നമുക്ക് അത് ചെയ്യാനുള്ള പൈസ ഉണ്ടെങ്കിൽ അവര് ചെയ്തോട്ടെ. അതല്ല നമുക്ക് ലൈഫിൽ വേറെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അത് ചെയ്യാന്നുള്ളതാണ്. ചിലരുടെ പ്രൊഫഷൻസ് അത് ഡിമാൻഡ് ചെയ്യും, അപ്പൊ അവരത് ചെയ്യും. അതല്ല നമുക്ക് വേറെ കാര്യങ്ങളിൽ നമുക്ക് ആ പൈസ നമ്മൾ തന്നെ ഏൺ ചെയ്ത പൈസ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇത് അത്ര എളുപ്പമല്ല എന്ന് വെച്ചാൽ ഇതിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ കേൾക്കുമ്പോ ഇത്രയ്ക്കും കാര്യമുണ്ടെന്ന് അപ്പൊ ആർക്കും സുന്ദരി ആവാലോ എന്നുള്ളതുണ്ടെങ്കിൽ അതില്ല. ഇതിന് ഒരുപാട് പണിയും കാര്യങ്ങളാണ്, ഭയങ്കര ബുദ്ധിമുട്ടും വേദനയും പൈസയും ഒക്കെ ഇൻവോൾവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എളുപ്പമല്ല. നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ലേസർ, അതാണ് ദാറ്റ്സ് മൈ ഫോക്കസ്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ലേസർ. ഹെയർ റിമൂവൽ കേട്ടോ. ലേസർ പലതരത്തിലുണ്ട്. എനിക്ക് ഹെയർ റിമൂവൽ നോക്കുകയാണെങ്കിലും അത് ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ഫംഗ്ഷൻസ് വരുമ്പോൾ എന്റെ തലേ ദിവസത്തെ മെയിൻ പണി എന്ന് പറയുന്നത് ഈ ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി എനിക്ക് അണ്ടർ ആംസിലെ ഹെയർ കളയണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ എനിക്ക് അണ്ടർ ആംസിന്റെ ഏകദേശം ഒരു 7 സെഷൻ കഴിഞ്ഞു. 6 സെഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഹെയർ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് 6 നിന്നില്ല. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിരിക്കും. ഞാൻ 8 എണ്ണാണ് ചെയ്തത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഹെയർ നിന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ലേസർ ഹെയർ റിഡക്ഷൻ ആണ് കേട്ടോ. അതല്ലാണ്ട് ലേസർ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മുടി ബോഡി ഹെയർ അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന അർത്ഥമില്ല. അത് കുറെ പേർക്കുള്ള തെറ്റിദ്ധാരണയാണ്. എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഈവൻ ഇഫ് ഡോക്ടർ ഇങ്ങനെ 6 സെഷൻ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച്. എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അണ്ടർ ആംസ് 8 സെഷൻ ചെയ്തിട്ട് ഇപ്പൊ
ഇണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ കയ്യിൽ ഇങ്ങനെ കുഞ്ഞു മുടികള് വളരെ നേർത്ത രോമങ്ങൾ വരില്ല, അതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ലേസർ എങ്ങനെയാ ചെയ്യണേന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു കൂളിംഗ് ജെൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു മെഷീൻ വെച്ചിട്ട് ഹീറ്റ് പാസ് ചെയ്തിട്ട് ആ ബ്ലാക്ക് ഹെയർ ഫോളിക്കിളിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയാണ് ചെയ്യണത്. പക്ഷെ അറ്റ് എ ടൈം തന്നെ എല്ലാ ഹെയർ ഫോളിക്കിൾസും അങ്ങനെ ഉണ്ടാവണം എന്നില്ല. ഒരു സെഷൻ ചെയ്യുമ്പോൾ ഉള്ള എത്ര ഹെയറിന്റെ ആ കുട്ടി കുട്ടി സാധനങ്ങളുണ്ടോ അതാണ് നശിപ്പിക്കുന്നത്. പിന്നെയും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ അടുത്ത സെഷൻ ആകുമ്പോൾ അത് വളർന്നു വരുമ്പോഴേക്കും അത് അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ആദ്യം എന്താ വെച്ചാൽ അവര് ഷേവ് ചെയ്യും, ഈ ജെല്ല് അപ്ലൈ ചെയ്യും, പിന്നെ ഈ ഹീറ്റ് വെക്കും. പെയിൻഫുൾ ആണെന്ന് വെച്ചാൽ എനിക്ക് അത്ര പെയിൻഫുൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഈ ജെല്ലില്ലാത്ത ഭാഗത്തെങ്ങാനും ഈ സാധനം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പൊള്ളു കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് അണ്ടർ ആംസും ഫുൾ ആംസും ലെഗ്സും അത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് നല്ല റിസൾട്ട്. ഇപ്പൊ ഈ കൈ ആണെങ്കിൽ ഞാൻ ഒരു 6 സെഷൻ ചെയ്തു. ഇപ്പൊ എന്റെ ഹെയർ അങ്ങനെ ഇതില്ല, ഗ്രോത്ത് ഇല്ല, ഇപ്പൊ ഓൾമോസ്റ്റ് കുറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു 2 സെഷൻ കൂടി ചെയ്യേണ്ടി വരും. കാലാണെങ്കിൽ ഒരു 2 സെഷൻ കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ വർഷത്തിൽ ഒരു 2 or 3 തവണ അല്ലെങ്കിൽ 2 തവണ, അത് നമ്മുടെ ബോഡിയുടെ ഹെയർ ഗ്രോത്തിനനുസരിച്ചിട്ട്. എന്റെ ഒരു ജോലി വെച്ച് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സമയനഷ്ടമില്ല. ഈ ഷേവ് ചെയ്യുമ്പോൾ അതത്രയും നമ്മുടെ സമയവും എഫേർട്ടും ഒക്കെ. അപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ തോന്നുമായിരിക്കും ഇതെന്താ അത്ര ബുദ്ധിമുട്ടൊന്ന് ഷേവ് ചെയ്യാനായിട്ട് എന്ന് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിൽ പോവുക, അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. വാക്സിങ്ങിന്റെ പെയിൻ, അതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും ലൈക്ക് ഒരു കാര്യം ക്ലിയർ ചെയ്യാണ്ട്, ബോഡി ഹെയർ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമല്ല, അത് ഓരോരുത്തരുടെ രീതിയാണ്. നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അണ്ടർ ആംസ് പോലും ഷേവ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണെങ്കിൽ അത് വെച്ചോളൂ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ഇതായതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഹെയർ ഇല്ലാത്ത ബോഡി ഇഷ്ടമായതുകൊണ്ടും, അത് മാത്രമല്ല എന്റെ ജോലിയുടെ ഭാഗം അങ്ങനെ നമുക്ക് കുറെ ഔട്ട്ഫിറ്റ്സ് ട്രൈ ചെയ്യും, മോഡലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അത് കുറെ കൂടി കൺവീനിയന്റ് ആണ്. അപ്പൊ അതാണ് കേട്ടോ ഞാൻ ഇപ്പോ ആകെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ 101% ഹാപ്പിയാണ്. പക്ഷെ പലരും പറയുന്ന പോലെ ഒരു 6 സെഷൻ കൊണ്ട് ഓക്കെ നമ്മുടെ ബോഡിയിലെ ഹെയർ ഒക്കെ കളഞ്ഞ് നമുക്കിനി പിന്നെ ചെയ്യണ്ട എന്നില്ല കേട്ടോ. നമുക്ക് പിന്നെയും ചെയ്യേണ്ടി വരും. അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച്. ചിലർക്കൊക്കെ 1 വർഷം ഫുള്ള്, അതായത് ഒരു 12 സെഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ വർഷത്തിൽ ഒരു 2 or 3 തവണ അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. സ്റ്റിൽ എനിക്ക് വാക്സ് അയ്യോ എന്റെ ഫ്ലോ അങ്ങ് പോയി. എനിക്കിഷ്ടമില്ലാത്തൊരു മെസ്സേജ് ആയിരുന്നു. അപ്പം ലേസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് ഒന്നും മനസ്സിൽ വെക്കണം കേട്ടോ. പിന്നെ എഗെയിൻ ഓരോ ബോഡി പാർട്ടിനനുസരിച്ചിട്ടാണ് പൈസ ഉണ്ടാവുക. ഇപ്പൊ അണ്ടർ ആംസിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3000, 4000, 5000 ആ റേറ്റ് ആവും. ഫുൾ ആംസ് ആണെങ്കിൽ ഫുൾ ആംസും അതേപോലെ അണ്ടർ ആംസും അടക്കം 10,000 ഉണ്ട്. അപ്പൊ എഗെയിൻ അത് ആലോചിക്കണം. 6-7 സെഷൻ എടുക്കുകയാണെങ്കിൽ എത്ര പൈസയാവും, അപ്പൊ അത് ഓക്കെ ആണോ, നമുക്കത് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. അതല്ല ഷേവ് ചെയ്യുകയാണെങ്കിൽ അത് മതി. അത് നമ്മൾ നോക്കിയിട്ട് നമ്മളെ കൺവീനിയൻസിനനുസരിച്ചും നമ്മുടെ ജോലിക്ക് അനുസരിച്ചിട്ടും ഒക്കെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. ചിലപ്പോഴൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. നമ്മൾക്ക് അതിനു വേണ്ടി കൊടുക്കുന്ന സമയമാണോ ബെറ്റർ, അതോ പൈസ മുടക്കിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് പിന്നെ ആ സമയം ലാഭിക്കുക, അതേപോലെ തന്നെ ആ സ്ട്രെസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണോ ബെറ്റർ, അത് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ ഒരിക്കലും ഇതൊന്നും ഒരു സ്ട്രെസ് ആക്കിയിട്ട് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണ്, നമുക്ക് നമ്മുടെ ഏർണിങ്സ് ഉണ്ട്, നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. എന്റെ അടുത്ത് പല ആളുകളും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എസ്പെഷ്യലി ചെയ്യുമ്പോൾ, അല്ലാത്താണെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഇത്തിരി ഒരു ചടപ്പ് ഫീൽ ചെയ്യാറുണ്ട്. മാക്സിമം ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് എനിക്ക് എന്റെ മെന്റൽ പീസിന് ഏറ്റവും നല്ലതായിട്ട് തോന്നിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങള് എന്തൊരു അഹങ്കാരിയാണ്, നിങ്ങൾ ഇങ്ങനെ കാശ് കൊണ്ട് കളയാണ്, ആ കാശ് പാവങ്ങൾക്ക് കൊടുത്തൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കുറെ കോമന്റ്സ് വരും. ഇങ്ങനത്തെ കുറിച്ച് എസ്പെഷ്യലി റിവ്യൂസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും, നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണെങ്കിലൊക്കെ. അപ്പം ഈ ലോകത്ത് നമുക്ക് ഒന്നും വെറുതെ കിട്ടില്ല.
എല്ലാത്തിനും പണിയെടുക്കണം, അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും കിട്ടില്ല. ചില കുറുക്ക് വഴികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ തന്നെ ആണെങ്കിലും ചില വീഡിയോസ് കാണുമ്പോൾ എനിക്കും തോന്നാറുണ്ട്, അയ്യോ എന്റെ ദൈവമേ, എസ്പെഷ്യലി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരു ഒരു ലൈൻ വിട്ടിട്ട് അങ്ങ് കാണിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ അങ്ങനെ വർക്ക് ആവുമായിരിക്കും. പക്ഷെ അതൊന്നും എല്ലാവർക്കും ഒന്നും വർക്ക് ആവുന്ന കാര്യമല്ല. ഇപ്പൊ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സോറി ഐ ഹാവ് ടു സേ ദിസ്, ഞാനിപ്പോ 8 വർഷമായല്ലോ യൂട്യൂബില്. അതിനെക്കാട്ടിലും മുന്നേ എനിക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ടായിരുന്നു. അതിനെക്കാട്ടിലും മുന്നേ ഞാൻ കോളേജിലുള്ളപ്പോൾ മുതൽക്ക് ഞാൻ തുന്നി കൊടുക്കുമായിരുന്നു എന്റെ ഫ്രണ്ട്സിനും എന്റെ വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ തുന്നി കൊടുത്തിട്ടാണ് എനിക്ക് പോക്കറ്റ് മണി ഉണ്ടായിരുന്നത്. പഠിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങനെ ഓൺലൈൻ ബിസിനസ് ചെയ്തു. ഇപ്പൊ ഈ യൂട്യൂബ് ചെയ്യുന്ന സമയത്താണെങ്കിലും പുറമെ ഒരാൾക്ക് നമ്മുടെ ജോലി എത്ര കണ്ടും ഹെക്ടിക് ആണെന്നും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മള് ഡെയിലി എന്നുവെച്ചാ സൺഡേ പോലും ബ്രേക്ക് എടുക്കാണ്ട് ഡെയിലി ഉറങ്ങണ വരെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ പൈസ കൊണ്ടാണ് ഏൺ ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പൈസ കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ഗോ ഫോർ ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ സ്ട്രെസ്ഫുൾ ആയിട്ട് വിചാരിക്കരുത്. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യരുത്. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ റിസ്കിലാക്കിയിട്ട് എന്തൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും എന്ത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മുടെ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ബേബി പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കൃത്യം നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനത്തെ കാര്യങ്ങൾ എസ്പെഷ്യലി ഇൻടേക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബേബി പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഈവൻ സ്കിൻ കെയർ പോലും നമ്മള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആക്റ്റീവ്സും കാര്യങ്ങളും ഈ റെറ്റ്നോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് നമ്മുടെ ഹെൽത്തിലും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക. അതായത് ക്ലീൻ ആൻഡ് നീറ്റ് ഫുഡ് എന്ന് പറയില്ലേ നമ്മള്, അങ്ങനെ കഴിക്കുക. അതിനൊപ്പം തന്നെ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. കഴിവതും ആരെയും കുശുമ്പൂത്താണ്ടും ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയില്ലേ നമ്മള്, അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അത് മാത്രം മതി. അതിനൊപ്പം നമുക്ക് പൈസ ഉണ്ട്, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് ട്രാവൽ ചെയ്യുന്നവര്, നിങ്ങൾക്ക് അതിലാണ് ഹാപ്പിനെസ് കിട്ടുന്ന വെച്ചാൽ ഏൺ ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക, ഗോ ട്രാവൽ. അതല്ലെങ്കിൽ ചിലർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും, നമ്മുടെ ഹോബീസ് പെർസ്യൂ ചെയ്യുന്നതിലായിരിക്കും, എന്തെങ്കിലും പഠിക്കുന്ന ഡാൻസ് പാട്ടൊക്കെ പഠിക്കുന്നതിലായിരിക്കും. അങ്ങനെയാണ് ചിലർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടാവും. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളത്, എന്താണോ നമുക്ക് ഇഷ്ടം അത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വർക്ക്ഔട്ട് ചെയ്യാം, യോഗയോ ജിമ്മോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, എല്ലാ ദിവസവും നടക്കാൻ പോവാം, യൂട്യൂബ് നോക്കി എന്തെങ്കിലും സിമ്പിൾ എക്സസൈസസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കര നല്ലതാണ്. അത് നമ്മുടെ ബോഡിക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ശരിക്കും ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം, ഐ ഹാവ് സീൻ ഇറ്റ്. നമ്മളിങ്ങനെ നമ്മുടെ ബോഡീനെ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് സംരക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പ്രായമാവണത് അങ്ങനെ അറിയും കൂടിയില്ല. നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലത്. കാരണം മസിൽസ് ആണ് ഏറ്റവും നമുക്ക് വേണ്ട കാര്യം. മസിൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ വർഷം കൂടുന്തോറും, അതായത് 30-35 വയസ്സിന് ശേഷം എന്ന് പറയുന്നത് 30 വയസ്സിന് ശേഷം തന്നെ അത് 2%, 3% വെച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നമ്മള് കൂട്ടണം. ഇപ്പൊ ജിമ്മിൽ പോവാണെങ്കിൽ നമ്മുടെ മസിൽസിനെ ബ്രേക്ക് ചെയ്യാണ് ചെയ്യണം. നമ്മൾ ഓരോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് മസിൽസിനെ ബ്രേക്ക് ചെയ്ത് പിന്നെ നമ്മൾ പ്രോട്ടീൻസ് കഴിച്ചാൽ മസിൽസിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പൊ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാണ്, നമ്മുടെ സ്കിന്നിനും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സാലഡ്സ് കഴിക്കാം, പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാം, പനീർ, മുട്ട, ചിക്കൻ ആണെങ്കിലും കഴിവതും വേവിച്ച് അങ്ങനെയൊക്കെ കഴിക്കാം. ഇടയ്ക്കൊക്കെ നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, ഇടയ്ക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു ദോഷം വരാൻ പോകില്ല കേട്ടോ. പക്ഷെ ഓൺ റെഗുലർ ബേസിസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫുഡ് കഴിക്കാം, അതിൽ ശ്രദ്ധ കൊടുക്കാം. മുന്നേ ഞാൻ അത് പറയാൻ പഠിക്കട്ടോ. കാരണം എനിക്ക് മുന്നേ ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നെങ്കിലും ഫുഡ് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു mid-30s എനിക്ക് എന്റെ 34 വയസ്സായി പിന്നെ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം എന്റെ ഫുഡിനെ. കാരണം ഒരു പ്രായത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് അതിനനുസരിച്ച് മാറുമല്ലോ. ഇപ്പൊ
26 വയസ്സിൽ ഒക്കെ ആയിരുന്നപ്പോ, അപ്പോഴാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്റെ ഫോക്കസ്, എനിക്കൊരു കരിയർ ബിൽഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഹെൽത്ത് അതൊന്നും ഞാൻ നോക്കിയിരുന്നേ ഇല്ല. എന്ന് വെച്ചാൽ ഉറക്കം, ഭക്ഷണം, ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാം, അതിൽ നമുക്ക് മുന്നോട്ട് വരാന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഡെഫിനറ്റ്ലി അതെന്റെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിനൊരു ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി. ഒരു 30s ഒക്കെ എത്തിയപ്പോ ഓക്കെ, ഇങ്ങനെ നടക്കില്ല, അത് ബാലൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഹെൽത്തും കരിയറും എല്ലാം കൂടി ഒരു നൂൽപ്പാലത്തിൽ കൊണ്ടുപോണ പോലെ കൊണ്ടുപോയി തുടങ്ങി. ഇപ്പൊ ഞാൻ നിർബന്ധമായിട്ട് ഒരു 2 മണിക്കൂർ വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട്, ഇത്രയും തന്നെ ലൈഫ് ടൈം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും സമയം വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാന്നുള്ളത് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിപ്പോ ഒരു 4-5 വർഷമായില്ലേ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് നല്ല താല്പര്യമുണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ. ഓരോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പൊ ഇത്ര തന്നെ ചെയ്താലും മതി. ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. എനിക്ക് എന്ത് വീഡിയോസ് ചെയ്യുമ്പോ എങ്ങനെ അതിനെ കൺവിൻസ് ചെയ്യണം എനിക്ക് മനസ്സിലാവും. ഞാനൊരു ആരാണ് അമ്മയുടെ കുട്ടിയാണോ, കമോൺ സേ ഹായ്. സുഖാണോ അമ്മക്കുട്ടിക്ക്? എങ്ങനെയുണ്ട് ഡ്രോയിങ് ക്ലാസ്? അടിപൊളി, പൊക്കോട്ടെ. ഈ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. കാരണം ആർക്കും കേട്ടിട്ട് ഒരു തരത്തിലൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേ അല്ല എന്റെ പോയിന്റ്. പിന്നെ ലേസറിന്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ഒരു റിസൾട്ട് കാണാൻ പറ്റുക. അപ്പൊ ഭയങ്കര ഫെയർ ആയിട്ടുള്ള സ്കിന്നാണ്, ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അവർക്ക് കുറെ കൂടി ബെറ്റർ റിസൾട്ട് കാണാൻ പറ്റും. ആ മെഷീൻ വെച്ച് കുറെ കൂടി ബെറ്റർ ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ഇതിനെ കില്ല് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഫെയർ പ്ലസ് ബ്ലാക്ക് ഹെയർ. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എന്റെ തൊടയിലത്തെ ഹെയർ ഒക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് 4 സെഷനിൽ തന്നെ. കാരണം അവിടെ തൊടയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫെയർ അല്ലേ. അപ്പൊ അതില് ബ്ലാക്ക് ഹെയറും കൂടി ആകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കാണുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന 2 ബോഡി പാർട്ട് എന്ന് പറയുന്നത്, ഒന്ന് അണ്ടർ ആംസും അതേപോലെ തന്നെ ഒന്ന് ബിക്കിനി ഏരിയ ഉണ്ട്. ബിക്കിനി ഏരിയ തന്നെ ഞാൻ ചെയ്തിട്ടില്ല, അതിന് ആവശ്യമില്ലല്ലോ നമുക്ക്. അണ്ടർ ആംസ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയത്. നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നത്, അതായത് ലേസർ നമുക്ക് ജസ്റ്റ് ഒറ്റ ഒരു ബോഡി പാർട്ടിൽ ചെയ്യണം എന്നാണെങ്കിൽ അണ്ടർ ആംസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഏറ്റവും അധികം റിസൾട്ട് കിട്ടും. അങ്ങനെ ചെയ്യാം കേട്ടോ. കൈ ഫുള്ള് കാല് ഫുള്ള് ചെയ്യണം എന്നില്ല, ജസ്റ്റ് ഒറ്റ ബോഡി പാർട്ട് മാത്രം എടുത്ത് ചെയ്യണമെങ്കിൽ 2 അണ്ടർ ആംസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കാണാൻ പറ്റും. ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് റിസൾട്ട് കാണുന്നത് ഈ ഫേസിലത്തെ ഹെയർ എന്നൊക്കെ ഭയങ്കര നനത്ത് കുഞ്ഞു ബേബി ഹെയർ അല്ലേ. അപ്പൊ അതില് റിസൾട്ട് കാണാനായിട്ട് കുറച്ച് പാടാണ്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കുറെ പേര് ഈ മീശയുടെ അവിടെ മാത്രം ചെയ്യും. പക്ഷെ ഇതാണ് പ്രശ്നം, കുറച്ചധികം സെഷൻസ് ചെയ്യേണ്ടി വരും റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലത്തെ ഇപ്പം PCOD PCOS ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ബോഡി ഹെയർ ഒക്കെ കൂടുതലായിട്ടുണ്ടാവില്ല. അപ്പൊ അവർ ഈ ലേസർ ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഈ ലേസർ കാരണം കളഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ബോഡിയിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എത്ര കണ്ടും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് സംശയമാണ് കേട്ടോ. അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി ഈ ലേസർ അങ്ങ് വെച്ചിട്ട് അത് കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. ചില പെൺകുട്ടികൾക്ക് താടിയായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഈ PCOD PCOS ഒക്കെ കാരണം. അതൊന്നും വറി ചെയ്യേണ്ട കാര്യം ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് ഈ പറഞ്ഞ പോലെ എക്സസൈസും ഫുഡും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അതില് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും അതിന്റെ റൂട്ട് കോസ് ഉണ്ട്. അപ്പൊ നമുക്ക് താടിയുണ്ട്, മീശയുണ്ട്, എന്താണ് കാരണം? റൂട്ട് കോസ് എന്ന് പറയുന്നത് PCOD PCOS ആണ്. അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് പോയി ലേസർ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. പകരം ഈ PCOD PCOS നമുക്ക് എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ് എന്താണ്, അതിനനുസരിച്ച് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് അതിന് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കത് കൊണ്ടുപോകട്ടെ. അപ്പൊ എനിക്ക് എന്റെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രോണിക് നെക്ക് പെയിൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ എത്ര ഡോക്ടറെ കണ്ടിട്ടുണ്ടെന്ന് ഒരു 10-15 ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. ഓരോ തവണ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യും. അതിന് പ്രത്യേക എക്സസൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്റെ കഴുത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് കയ്യിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യും. ആ കഴുത്ത് വേദന, തലവേദനയാവും. പിന്നെ ഈ സൈഡ് ഇങ്ങനെ അനക്കാൻ പറ്റാത്ത രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ഡോക്ടറാണ് പറഞ്ഞത്, നിങ്ങള് എക്സസൈസ് ചെയ്യുക,
എന്നിട്ട് നിങ്ങളുടെ മസിൽസ് സ്ട്രോങ് ആക്കുക. അങ്ങനെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത്. ഒരു 6-7 മാസം നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ കഴുത്തുവേദനയും തലവേദനയും ഉണ്ടാവും, അതിന്റെ കൂടെ വർക്കൗട്ട് ചെയ്യണ വേദനയും ഉണ്ടാവും. പിന്നെ നമുക്കൊന്നും അങ്ങനെ യാതൊരു തരത്തിലുള്ള ശീലങ്ങളും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിനു മുന്നേ. അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ശരിക്കും അത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് കഴുത്തുവേദന ഇല്ല. പക്ഷെ ഞാൻ വർക്കൗട്ട് നിർത്തി കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് എനിക്ക് വരും കേട്ടോ. അത് വേറെ കാര്യം. മസിൽസ് ലൂസായി തുടങ്ങുമല്ലോ. അപ്പൊ എഗെയിൻ എനിക്ക് പെയിൻ തിരിച്ചു വരും. അപ്പൊ പെയിൻ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു ഇതില്ല. എന്ന് വെച്ചാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മോചനമില്ല. പക്ഷെ നമുക്കത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂട്ട് കോസസ് എന്താണെന്ന് ശ്രദ്ധിക്കുക, അതിന് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ലേസർ അല്ല GFC ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇത് Q&A ബോക്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് GFC ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് തുറന്നു പറയാ. അപ്പൊ എല്ലാവർക്കും ഇത് വായിച്ച് നമുക്കൊരു ബെറ്റർ ഐഡിയ ഉണ്ടാവില്ല. എനിക്കും എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അടുത്തതിൽ തിരുത്തി പറയുകയും ചെയ്യാം കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.